ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ച് ചെയ്തിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നല്ല ഡ്രൈ ആയിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം ഞാനിതിനെ ഒരു 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ പോർഷനും ഇത് കുറച്ച് വലിയ പോർഷനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ പോർഷനിലേക്ക് നമുക്ക് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും പിസ്താഷ്യും ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നട്ട്സൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തിലും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഓരോ ഉരുളയാക്കി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്നത് ഇതുപോലെ തടവിയതിന് ശേഷം വേണം കേട്ടോ ഉരുട്ടിയെടുക്കാൻ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വലിയ പോർഷനിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കളർ എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് ഓറഞ്ച് കളറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ആ ഒരു ഉരുളയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്